എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനും ഏറ്റെടുത്ത സ്ഥലത്ത് നിങ്ങളെ തിരികെ കൊണ്ടെത്തിക്കാനുമാ ഞാൻ വന്നത്. കൂടെ വന്നേ പറ്റൂ. കൂടെ കൊണ്ടുപോകാൻ ഒരുങ്ങിയാ നിൽക്കുന്നേ. സർ, ഞാനൊന്ന് പറയട്ടെ സർ. സർ, നീ ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. ഉടനെ ഇങ്ങ് മടങ്ങിക്കൂ. പാപ്പാ, ബെല്ല, അവിടെ തങ്ങുന്ന ഓരോ നിമിഷം ആപത്താണ്. ഇസബെല്ല കൊച്ചുനാൾ മുതലേ പരിചയമുള്ള ബാല്യകാല സുഹൃത്തൊന്നുമല്ലല്ലോ. പൊട്ടി വീഴും പോലെ പെട്ടെന്ന് വന്നൊരു പെണ്ണല്ലേ. നന്ദ, നീ വാശി കാണിക്കരുത്. തെറ്റ് നിന്റെ ഭാഗത്താണെങ്കിൽ ഇനി ദുരഭിമാനം ഒന്നും വേണ്ട. നിന്റെ അവസ്ഥയിൽ നീ ചെയ്തതായിരിക്കും അതൊക്കെ ശരി. പക്ഷെ ആ ഫയൽ ഇപ്പം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് കൊടുത്തേക്ക്. നോക്ക്, ഇവള് നിന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന പെണ്ണൊന്നുമല്ല. നീ താലി കെട്ടി കൊണ്ടുവന്നതാ. നിന്നെ വിശ്വസിച്ച്, നിന്നെ മാത്രം വിശ്വസിച്ച നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നത്. ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും പ്രണയിച്ച ആള് കൂടെ ഉണ്ടാവുന്ന ധൈര്യത്തിലാ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പെൺകുട്ടി കൂടെ വരുന്നത്. നീ ഓരോ അപകടത്തിൽപ്പെടുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവിക എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാം. നിന്നെ സന്തോഷിപ്പിക്കാനും നിന്റെ സ്നേഹം കിട്ടാനും ദേവിക നിഴല് പോലെ നിന്റെ കൂടെ നിന്നത് നിനക്ക് മാത്രമല്ല, ഈ നാട്ടുകാർക്കും അറിയാം. അങ്ങനെയുള്ള ദേവിക നീ എവിടെ പോയാലും പ്രശ്നമല്ല എന്ന് പറയണമെങ്കിൽ ഭർത്താവെന്ന നിലയ്ക്ക് നീ വെറും വട്ടപൂജ്യമായിരിക്കണം. അത് ഞാൻ സഹിച്ചു. സഹിച്ചേ പറ്റൂ. അത് നിന്റെ വിധി. പക്ഷേ എന്തോ ദുരുദ്ദേശത്തിന് വേണ്ടി നീ മോഷ്ടിച്ചെടുത്തില്ലേ ആ ഫയല്? അതങ്ങ് തിരിച്ചു കൊടുത്തേരെ. എന്റെ ഫയലൊന്നുമില്ലെന്ന് ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്. വേണ്ട, മര്യാദയ്ക്ക് പറയാ. ആ ഫയൽ ഇങ്ങ് തിരിച്ചതാ. ഏത് ഫയല്? ഒച്ച എടുത്താലും കണ്ണുരുട്ടിയാലും ഒന്നും ഞാൻ പേടിച്ചു പോകുന്ന കരുതണ്ട. നീ പേടിക്കില്ല. MLA എന്ന 3 അക്ഷരം പേരിന്റെ കൂടെ കിട്ടിയ എന്റെ അഹങ്കാരം നിനക്ക്. ഈ ചന്ദ്രോത്തുകാരാ നിന്നെ MLA ആക്കിയത്. ഞാനും രാപ്പകൽ പ്രചാരണത്തിന് വേണ്ടി കൂടെ വന്നതാ. എന്നിട്ടിപ്പോ ജയിച്ച് MLA ആയി കഴിഞ്ഞപ്പോ എന്നെ പരസ്യമായിട്ട് ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അധികാരം കാണിക്കുന്നു അല്ലേ, അവഹേളിക്കുന്നു അല്ലേ? എന്റെ വീട്ടുകാരെ നീ എനിക്കെതിരെ തിരിച്ചു. എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. നീ എന്ത് കാണിക്കുന്നടാ? അത് അച്ഛൻ അറിയേണ്ട കാര്യമില്ല. സിദ്ധു, സിദ്ധു, രക്ഷപ്പെടാൻ വേണ്ടി നീ ദേവികയുടെ തലയിൽ കുറ്റം കെട്ടി വെക്കുന്നു. ഞാൻ ജീവനോടിരിക്കുന്നുണ്ടല്ലേ നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഞാൻ കാണിച്ചുതരാം. നന്ദ, നന്ദ, നന്ദു, എന്തൊക്കെ നാടകം നടത്തിയാലും ഫയല് തിരിച്ചു വാങ്ങി ഞാൻ പിന്മാറൂ. ഇത് ഞാൻ പറയുന്ന എന്റെ വാക്കാ. സിദ്ധു, നന്ദൻ അവൻ എന്തെങ്കിലും. അയ്യോ മോനെ, നന്ദ. മോളെ, അടവാ അച്ഛ. ആ ഫയല് തിരിച്ചു തരാതിരിക്കാനുള്ള അടവാ.
ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന്ന് പിന്മാറില്ല. നന്ദ മോനെ, നന്ദ, എടാ മോനെ വാതിൽ തുറക്ക്. നന്ദ, നന്ദ മോനെ, എടാ നന്ദ മോനെ വാതിൽ തുറക്ക്. അമ്മയാ വിളിക്കുന്നേ. നന്ദ, എടാ വാതിൽ തുറക്കടാ. നന്ദ, അമ്മ പറയട്ടെ, നീ ഒന്ന് വാതിൽ തുറക്ക്. നന്ദ പ്ലീസ്, നന്ദ വാതിൽ തുറക്കടാ മോനെ. നന്ദ വാതിൽ തുറക്ക്, തുറക്ക് നന്ദ. സിദ്ധു, ഒന്നിങ്ങോട്ട് വാ സിദ്ധു. നന്ദ വാതിൽ തുറക്കാൻ പറഞ്ഞില്ലേ? എടാ വാതിൽ തുറക്കടാ. നന്ദ, അമ്മയല്ലേ മോനെ വിളിക്കുന്നേ. എടാ ഒന്ന് വാതിൽ തുറക്ക്. സിദ്ധു, ഒന്നിങ്ങോട്ട് വാ സിദ്ധു. നന്ദ, എന്റെ ഈശ്വര, നന്ദ വാതിൽ തുറക്ക്. എടാ വാതിലൊന്ന് തുറക്ക്. അയ്യോ സിദ്ധു, സിദ്ധു, ഈശ്വര. സിദ്ധു, എനിക്ക് പേടിയാവുന്നു. അവൻ കഥക തുറക്കുന്നില്ല. തുറക്കില്ല. ഒന്നാമത് കള്ളം കൈയോടെ പിടിച്ചു. തൊണ്ടി മുതൽ തിരിച്ചേൽപ്പിക്കാൻ വയ്യ. സ്വന്തമായിട്ട് തടവിൽ കിടക്കും പോലെ അഭിനയിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാ. സിദ്ധു, എന്ത് തന്ത്രം കാണിച്ചാലും വിടില്ല ഞാൻ അവനെ. നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല. അവൻ ചിലപ്പോ എന്തെങ്കിലും കടുകൈ ചെയ്തു എന്ന് വരും. ഇപ്പൊ ചെയ്തതിലും വലിയ കടുകൈ വേറെന്ത് ചെയ്യാനവൻ. ദേവിക നിൽക്കുന്നോണ്ട് കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ചെയ്ത കടുങ്കൈക്ക് അവനെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും, അതുറപ്പാ. മോളെ, അവൻ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതെ അമ്മേ, ഇപ്പൊ നന്ദു എന്തൊക്കെയാ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആത്മഹത്യ ചെയ്യുമെന്നാണ് അമ്മ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതോർത്ത് അമ്മ വിഷമിക്കണ്ട. പഴയ നന്ദു എന്നെ മരിച്ചു കഴിഞ്ഞു. മോളെ, സത്യമാ, ഇപ്പോഴത്തെ നന്ദു എന്നെ സംബന്ധിച്ച് മറ്റാരോ ആണ്. എനിക്ക് പരിചയമില്ലാത്ത ഏതോ ഒരാൾ. രൂപം പഴയതാണെന്നേ ഉള്ളൂ. മോളെ, നീ എന്താ ഈ പറയുന്നത്? സത്യം അമ്മ, ഈ നന്ദു എന്റെ ആരുമല്ല. എന്റെ കണ്ണ് നിറഞ്ഞ തകർന്നു പോവായിരുന്നു പഴയ നന്ദു. പക്ഷെ ഇപ്പോഴത്തെ നന്ദു എന്നെ കൊല്ലാൻ പോലും മടിക്കാത്ത ആളാ. മോളെ, ഞാൻ അവനെ ന്യായീകരിക്കല്ല. അവൻ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നല്ലൊന്നും. അവന് മോളോട് പഴയ സ്നേഹം തന്നെ ഉള്ളിലുണ്ട്. ഉള്ളിൽ സ്നേഹം അടച്ചു വെച്ചിട്ട് കാര്യം എന്താ അമ്മേ? സ്നേഹം പ്രകടിപ്പിക്കുന്നതേ ഇങ്ങനെ ചതിയിലൂടെയാണോ? എന്തെങ്കിലും ദയ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യുവോ? എന്തായാലും നന്ദുവിനോട് എനിക്ക് നന്ദിയുണ്ട്. എന്റെ ശക്തിയും അഭിമാനവും വ്യക്തിത്വവും ഒക്കെ എന്നെ കൊണ്ട് തന്നെ തിരിച്ചറിയിപ്പിച്ചല്ലോ. അച്ഛാ, ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഞാനൊരു ഇഞ്ച് പോലും പിന്നോട്ട് പോവില്ല.
തീർച്ചയാ. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ മോളായിട്ട് പിന്നോട്ട് പോകാൻ തുടങ്ങിയാലും ഞാനതിന് സമ്മതിക്കില്ല. അവൻ എത്ര നേരം കഥകടച്ചിരിക്കും നോക്കട്ടെ. ആ മോള് വന്നോ? മോള് ഒരുപാട് സ്നേഹം ഒന്നും വേണ്ട. ഞാനൊരു സഹായം ചോദിച്ചപ്പോ എന്നെ കൈവിട്ട് കളഞ്ഞില്ലേ? നിന്നെ കൈവിട്ടോ? എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറാൻ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. ഞാൻ എന്തായാലും നന്ദന്റെ വീട്ടിലോട്ട് പോവാ. എനിക്ക് നന്ദനെ കാണണം. നീ പൊക്കോ. പക്ഷെ ഒരു കാര്യം, പോയാ പോയതുപോലെ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. അവൾ ഉത്തരം പറയച്ചേ വിടൂ. ചിലപ്പോ ജയിലിലേക്കായിരിക്കും പോണ്ടി വരുന്നത്. എന്നാ അതൊന്ന് കാണണമല്ലോ. ബല, ഇവിടെ അടങ്ങിയിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഞാൻ നന്ദനെ ഒന്ന് വിളിച്ചോട്ടെ. എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ആ വിളിക്കേ. ബെല്ലുണ്ട്. സ്പീക്കറിലിട്. ഹലോ ബെല്ല, നീ എവിടെയാ? അവിടുന്ന് പോയോ? നന്ദ ഞാൻ വീട്ടിലെത്തി. നന്ദൻ എവിടെയാ? ദേവികയായിട്ട് വഴക്കായോ? അവിടെ എന്തൊക്കെയാ സംഭവിച്ചേ? ഞാൻ വീട്ടിലാ. ഇവിടെ വലിയ ബഹളവും പ്രശ്നമൊക്കെയാ. ഞാനിപ്പോ മുറി കയറി കഥ അടച്ചിരിക്കുക. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. സത്യം പറഞ്ഞാ ഞാനാകെ പെട്ടുപോയി ബെല്ല. നന്ദ, വാതിൽ തുറക്ക് പ്ലീസ്. അമ്മ ഇത് മിണ്ടായിരിക്കുന്നുണ്ടോ? അമ്മേ, ഞാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെ തോറ്റു കൊടുക്കത്തില്ല ഞാൻ. അമ്മ ഇത് പോകുന്നുണ്ടോ? മനുഷ്യന് കുറച്ച് സ്വൈര്യം താ. ബെല്ല, പറ. നന്ദ, തളർന്നു പോരുത്. ഞാനുണ്ട്, ഞങ്ങളുണ്ട് കൂടെ. ആ ഫയല് കാര്യങ്ങൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷെ ബെല്ല പേടിക്കണ്ട, ആ ഫയൽ ഞാൻ വിട്ടുകൊടുക്കില്ല. ആ ഫയൽ അങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ പറ. അല്ല പപ്പ, അതങ്ങ് കൊടുത്തേക്കാൻ പറ. നന്ദ, കേൾക്കുന്നുണ്ട്. നന്ദ, ആ ഫയല് ദേവിക്ക് അങ്ങ് തിരികെ കൊടുക്ക്. ഏയ്, അത് വേണ്ട ബെല്ല. നിനക്ക് ഞാൻ തന്ന വാക്ക് വാക്കാ. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. ഞാൻ ആ ഫയൽ വിട്ടുകൊടുക്കില്ല. ഇല്ല, ഞാൻ പോസിറ്റീവായിട്ടാ പറയുന്നത്. നന്ദൻ ആ ഫയല് ദേവിക്ക് തിരിച്ചു കൊടുക്കണം. ബെല്ല, അത് തിരിച്ചേൽപ്പിച്ചിട്ട് നീ ഇങ്ങ് പോര്. നമുക്ക് കുറെ സംസാരിക്കാനുണ്ട്. ബെല്ല, ആ ഫയല് തിരിച്ചു കൊടുത്താ? ഞാനല്ലേ പറയുന്നേ, അതങ്ങ് കൊടുത്തേക്ക്. എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് കാണണം. ഞാൻ വെക്കാണേ. നീ പറഞ്ഞ പോലെ ചെയ്.
സോമനസാലെ നന്ദന ഫയൽ തിരിച്ചേൽപ്പിക്കുന്നു മോള് കരുതണ്ട. അവനെ തല്ലിയാലും കൊന്നാലും അവന്റെ മനസ്സ് മാറില്ല. അതെ, ഞാനും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞില്ലേ, മറ്റെന്തോ ലക്ഷ്യമായിട്ടാ നന്ദു വന്നിരിക്കുന്നേ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ആ ഫയല് കിട്ടാൻ ഇനി പോലീസിന്റെ സഹായം കൂടിയേ തീരൂ. CM-നോട് ഞാൻ പറയാം, മോള് DGPക്ക് നേരിട്ടൊരു കംപ്ലൈന്റ് എഴുതി കൊടുക്കും. ചെല്ല്. ഇതാ അവൾ അന്വേഷിച്ച് നടക്കുന്ന ഫയല്. ഇനി ആലോചിക്കണ്ട, മോള് ചെല്ല്. ശരി അച്ഛാ. നിക്ക്. ഇതാണോ നീ അന്വേഷിക്കുന്ന ഫയല്? ആണോന്ന്? അച്ഛാ, ഫയല് ഇതാ CM-ന് കൊടുക്കേണ്ട ഫയല്. ഇതെവിടെയായിരുന്നു? ഇതിവിടെ തന്നെ ഉണ്ടായിരുന്നു. യാദൃശികമായി എന്റെ കൈ കിട്ടിയത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിന് ഞാൻ എത്രയാ പഴി കേട്ടത്? എല്ലാവർക്കും സമാധാനമായല്ലോ. ഫയലില് പേജൊക്കെ കൃത്യമാണല്ലോ. ഇത്രയും ദിവസത്തെ കയ്യിൽ വെച്ചിട്ടാണോ നീ ഈ ഫയൽ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞത്? എന്തായാലും ഫയൽ കിട്ടിയല്ലോ. ഫയല് കിട്ടി, പക്ഷെ ഇതിനിടയ്ക്ക് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് എനിക്കറിയണം. എന്തൊളിച്ചുകളിയാ നീ നടത്തിയത്? ആരൊക്കെയാ ഇതിന്റെ പിറകിൽ? ഇനിയിപ്പോ ഇതൊക്കെ ചോദിച്ച സമയം കളയുന്ന എന്തിനാ സിന്ധു? നന്ദ, സത്യം പറഞ്ഞോ? ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട്. ഫയല് തിരിച്ചു കിട്ടിയല്ലോ. ഇനി ധൈര്യമായിട്ട് മുഖ്യമന്ത്രി കാണാൻ പോവല്ലോ. മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നത് പ്രധാനം തന്നെയാ. പക്ഷേ അതിലും സീരിയസാ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. നന്ദ, നിന്നെ ആരൊക്കെ കൂടി കെണിപ്പെടുത്തിരിക്കുക. നീ ആർക്കോ വേണ്ടി ചെയ്തല്ലേ ഈ ചതി? അതിനെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ. ഇനി അതിനൊന്നും മറുപടി പറയാനുള്ള ബാധ്യത എനിക്കില്ല. നന്ദു,
എന്തു വേണം? ഇനി ആക്ഷേപിക്കാനാണോ? അതോ അവഹേളിച്ചതിന് മാപ്പ് ചോദിക്കാനോ? ഞാനൊന്ന് പറയട്ടെ നന്ദു, ഒന്ന് കേൾക്ക്. അമ്മയും അച്ഛനൊക്കെ കേൾക്കണം. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് നന്ദു ഇടയിൽ കയറിയൊന്നും പറയുകയും ചെയ്യരുത്. ഫയല് തിരികെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. എന്റെ വിഷമം കണ്ടിട്ടല്ല ഫയല് തന്നതെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പോട്ടെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇനിയൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു.